നമസ്കാരം. അപ്പം നമ്മുടെ 4 ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ്. തള്ളല്ല, കേട്ടോളി. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഡ്രയർ, അതുപോലെ തന്നെ 4 കത്തിക്കുന്ന ഡ്രയർ. അപ്പോൾ ഇലക്ട്രിക്കൽ ഡ്രയറിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 300 തേങ്ങ കൊള്ളണ 600 പീസ്, കുറച്ചെടുത്തിരുന്നു 600 പീസ് തേങ്ങ കൊള്ളണ 8 ട്രെയിലുള്ള ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ ഒരു സുഹൃത്തിന് തന്നെയാണ്, മില്ലിക്ക് തന്നെയാണ്, വളാഞ്ചേരിക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ 300 തേങ്ങയുടെ പലരും വിളിക്കുമ്പോൾ ചോദിക്കേണ്ടത് ഇതിൻ്റെ നീളും വണ്ണും കാര്യങ്ങളൊക്കെ എത്രയാണ്, നീളും ഹൈറ്റും അതുപോലെ വീതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഏകദേശം ഒരു 3 അടി നീളം, അതുപോലെ തന്നെ ഒരു 3 അടി വീതി, അങ്ങനെയാണ് 300ൻ്റെ ഡ്രയർ വരുന്നത്. ഏകദേശം ഒരു 4.5 അടി ഹൈറ്റും ഉണ്ടാവും, 4 അടി ഹൈറ്റും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഇതിന് വീലുണ്ട്, ഹെവി വീലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏതിൽ സ്റ്റീലാണ്, കവർ ബോൾട്ട് സ്റ്റീലാണ്. അതുപോലെ തന്നെ ഇതിൽ ഇലക്ട്രിക്കൽ ബോക്സിലേക്ക് കടക്കുമ്പോൾ ഇതിൽ ടൈമർ ഉണ്ട്, കട്ട് ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ 3 ലെയറാണ്. ഉള്ളിൽ GI ഷീറ്റ്, നടുവിൽ ഗ്ലാസ് വൂള്, അതുപോലെ തന്നെ ബാക്കിൽ ACP ഷീറ്റ്. പിന്നെ ഇതിൻ്റെ മോണിറ്ററും കാര്യങ്ങളും പോകാൻ വേണ്ടിയിട്ട് ഒരു ഡോറുണ്ട്, മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഡ്രയറിൻ്റെ കാര്യം. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് വെളാഞ്ചേരി ഭാഗത്തേക്കാണ്, ഒരു മില്ലിലേക്കാണ്, നമ്മുടെ സുഹൃത്തിനാണ്. അതുപോലെ തന്നെ ഒരു 3 കത്തിക്കൽ ഡ്രയർ, ഫയർവുഡിൻ്റെ കത്തിക്കൽ ഡ്രയർ. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വർഷം മുന്നേ ഇദ്ദേഹത്തിന് ഒരു 3 ഡ്രയർ ഇതേ സെയിം സാധനം കൊടുത്തിട്ടുണ്ടാകുന്ന തൃശ്ശൂർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു എസ്റ്റേറ്റിക്കാണ് ജാതിക്ക, കൊക്കോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം അതേപോലെ 3 ഓർഡർ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രയറിനെ പറയുകയാണെങ്കിൽ തേങ്ങ ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 300 തേങ്ങ, 600 പീസ് തേങ്ങ ഉണക്കാൻ പറ്റുന്ന ഒരു ഡ്രയറാണത്. അപ്പോൾ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ V ബോർഡ്, പുറത്ത് GI ഷീറ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ ട്രേ അടിച്ചിരിക്കുന്നത് വെച്ചാൽ അവർക്ക് ഈ ജാതിക്ക അങ്ങനെയൊക്കെയുള്ള ചെറുകിട സാധനങ്ങൾ ഉണക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മളിതിൽ നെറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ നെറ്റ് അടിച്ചിട്ടുണ്ട്, 4 ട്രേൺ ഇതിൽ വരിക, വലിയ നെറ്റ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ഫ്രെയിമിൽ ഒരു മല്ലി നെറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കാനും അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ തേങ്ങ വരികയാണ്, അടക്ക വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലിടും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ 3 ഡ്രയറിലും ഇതേപോലെ ഒരു ചെറുനെറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊരു ഫ്രെയിമിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ കത്തിക്കണ ഭാഗം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയാണ് വരിക. ഇതിൻ്റെ കത്തിക്കണ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു റാ ഷേപ്പിലാണ്, ഇതിൻ്റെ U ടൈപ്പിലാണ് ഇതിൻ്റെ പൈപ്പ് വരുന്നത്. അതുപോലെ അതിന് കത്തിക്കുക, അതുപോലെ തന്നെ ഇത് കത്തിക്കാനുള്ള ഒരു ചിരട്ടയും അതുപോലെ വിറകൊക്കെ ഇടാനുള്ള ഒരു പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ അടയ്ക്കുക. അപ്പോൾ ഇത് തൃശ്ശൂരിക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് 4 ഡ്രയറാണ് നമ്മൾ കയറ്റാൻ പോകുന്നത്. നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ്. നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രയർ, അതുപോലെ തന്നെ ഫയർവുഡിൻ്റെ ചെറിയ ഡ്രയറുകൾ, അതുപോലെ തന്നെ വലിയ ഡ്രയറുകൾ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ഇതിൻ്റെ ബോഡിയുടെ മുകളിൽ സ്റ്റിക്കറാണ്. ഇത് റെഡ് കളറാണ് നമ്മളെ ഡ്രയർ വരിക. ഇലക്ട്രിക്കൽ ഡ്രയർ വരുന്നത് ഒരു റെഡ് കളറിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെറിയ വീഡിയോസിൻ്റെ കാര്യങ്ങൾ.